ഡോക്ടറെ, എൻ്റെ മോൾ എപ്പോഴും വായ തുറന്നാണ് ഉറങ്ങുന്നത്. കൂർക്കം വലിയുമുണ്ട്. ഇതിനായിട്ട് 2 ഡോക്ടർമാരെ കാണിച്ചു. അപ്പോൾ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം കൂടുതലാണെന്നും ഇത് ഒഴിവാക്കാൻ ഒരു സർജറി ചെയ്യണമെന്നുമാണ് ഇവർ 2 ആളും പറഞ്ഞിരിക്കുന്നത്. ഇത് സത്യത്തിൽ ആവശ്യമുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുമ്പ്, എന്താണ് അഡിനോയിഡ്? ഈ ഒരു അഡിനോയിഡ് ഗ്രന്ഥി കൊണ്ട് ശരീരത്തിൽ എന്ത് ഫംഗ്ഷനാണുള്ളത്? അഡിനോയിഡ് വലുതാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ചികിത്സിച്ചില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. നമ്മുടെ മൂക്കിൻ്റെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ലിംഫോയിഡ് ഗ്രന്ഥിയാണ് അഡിനോയിഡ്. വായ തുറന്ന് നോക്കുമ്പോൾ 2 ടോൺസിലുകൾ കാണുന്നത് പോലെ മൂക്കിൻ്റെ പിന്നിലായിട്ടാണ് ഈ അഡിനോയിഡ് ഗ്രന്ഥി. ടോൺസിൽ നമുക്ക് നേരെ കാണാൻ സാധിക്കുന്നത് പോലെ അഡിനോയിഡ് ഗ്രന്ഥി നേരെ കാണാൻ സാധിക്കില്ല. പിന്നെ ടോൺസിലുമായിട്ടുള്ള ഒരു വ്യത്യാസം, ടോൺസിലിൽ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ കണ്ടിരുന്നു. എന്നാൽ അഡിനോയിഡിന് ഇത്തരത്തിലുള്ള ക്രിപ്റ്റുകളുമില്ല, അതിനെ പൊതിയാനായിട്ട് ഒരു ക്യാപ്സ്യൂളുമില്ല. ഇതാണ് അഡിനോയിഡും ടോൺസിലും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ഇവ രണ്ടും ചെയ്യുന്ന ജോലി ഒന്നാണ്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയുമായിട്ടാണ് അഡിനോയിഡും ടോൺസിലിനുമുള്ള ബന്ധം. എന്തുകൊണ്ടാണ് അഡിനോയിഡ് വലുതാവുന്നത്? നമ്മൾ നേരത്തെ കണ്ടു, അഡിനോയിഡും ടോൺസിലുമൊക്കെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയുമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് മൂക്കിലൂടെയും വായിലൂടെയും ഒക്കെ വൈറസും ബാക്ടീരിയയും ഒക്കെ എത്തുമ്പോൾ ഇതിനെ ട്രാപ്പ് ചെയ്യുകയും ഇതിനെ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന പണി ഇവ 2 ആൾക്കാരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴും ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയയും വൈറസും ഒക്കെ അഡിനോയിഡ് ഗ്രന്ഥിക്കകത്ത് ട്രാപ്പ് ചെയ്യപ്പെടുകയും അത് പിന്നീട് ഒരു ബാക്ടീരിയൽ ബയോഫിലിം പോലെ അഡിനോയിഡ് ഗ്രന്ഥിയുടെ പുറത്തുണ്ടാവുകയും ചെയ്യും. ഈ ഒരു ബയോഫിലിം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകളും മറ്റു മരുന്നുകളും ഒക്കെ കൊടുക്കുമ്പോൾ ഈ ഇൻഫെക്ഷൻ മാറാൻ പ്രയാസവും ഉണ്ടാവും. അപ്പോൾ അഡിനോയിഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിലുള്ളത് ഇൻഫെക്ഷനെതിരെ പ്രതിരോധിക്കാനാണ്. ഇത് ബാക്ടീരിയയും വൈറസിനെയും ഒക്കെ ട്രാപ്പ് ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും ഇതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലാണ് ഈ ബയോഫിലിം ഉണ്ടാവുകയും അഡിനോയിഡ് ഗ്രന്ഥിക്ക് വലിപ്പം വയ്ക്കുകയും ചെയ്യുന്നത്. അഡിനോയിഡ് ഗ്രന്ഥിക്ക് 2 രീതിയിൽ വലിപ്പം വയ്ക്കാം. വളരെ ടെമ്പററി ആയിട്ട് ഇൻഫെക്ഷൻസ് വരുമ്പോഴുള്ളത്. എന്നാൽ പലപ്പോഴും ഇത് വലുതാവുന്നത് പെർമനൻ്റ് ആയിട്ടായിരിക്കാം. അതായത് വിട്ടുമാറാത്ത അലർജി, വിട്ടുമാറാതെ ഇൻഫെക്ഷൻസ് നിലനിൽക്കുന്നു. ഇതൊക്കെയാണ് അഡിനോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം വല്ലാതെ കൂടാനുള്ള കാരണം. മൂക്കിൻ്റെ പിന്നിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് മൂക്കടപ്പ് തോന്നി കുട്ടികൾ വാ തുറന്നുറങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ അഡിനോയിഡ് ഗ്രന്ഥി വലുതായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ? ഈ രോഗലക്ഷണങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് 3 ആയിട്ട് തിരിക്കാം. മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ, ചെവിയിൽ ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ, അതുമാത്രമല്ല കുട്ടിയുടെ ബിഹേവിയർ, കുട്ടിയുടെ സ്വഭാവത്തിലും പഠനത്തിലും ഒക്കെ ഉണ്ടാവുന്ന ജനറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ. അതേപോലെ തന്നെ മുഖത്തിൻ്റെ ഷേപ്പിലും വ്യത്യാസം വരും. എന്തൊക്കെയാണ് മൂക്കിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അഡിനോയിഡ് ഗ്രന്ഥി വലുതായിട്ട് നിന്നാൽ? മൂക്കിൻ്റെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മൂക്കടപ്പ്, പ്രധാനമായിട്ടും മൂക്കടപ്പാണ് ഇത്തരം കുട്ടികൾ പറഞ്ഞു വരുന്നത്. നമുക്കെല്ലാവർക്കും ജനിക്കുമ്പോൾ ഈ അഡിനോയിഡ് ഗ്രന്ഥി ഉണ്ടായിരുന്നു. ഒരു 2-3 വയസ്സാവുമ്പോൾ ഇത് വലുതാവാൻ തുടങ്ങുകയും 5-6 വയസ്സൊക്കെ എത്തുമ്പോൾ ഇതിന് മാക്സിമം വലിപ്പം എത്തുകയും ചെയ്യും. പിന്നീട് അത് വലിപ്പം കുറഞ്ഞ് ഏകദേശം ഒരു 10-12 വയസ്സാവുമ്പോൾ ചുരുങ്ങി ഒരു 20 വയസ്സാവുമ്പോൾ തീരെ ഇല്ലാതാവുകയും ചെയ്യുന്ന ഗ്രന്ഥിയാണ് ഈ അഡിനോയിഡ്. അപ്പോൾ ഈ അഡിനോയിഡ് വലുതായിട്ട് നിൽക്കുമ്പോൾ മൂക്കടപ്പുണ്ടാവും. അത് കാരണം കുട്ടി വാ തുറന്നുറങ്ങും. വാ തുറന്നുള്ള ഉറക്കം നിലനിൽക്കുമ്പോഴാണ് ശ്വാസം മുട്ടൽ, കൂർക്കം വലി, അതുപോലെ തന്നെ ചുണ്ട് എപ്പോഴും വിണ്ട് കീറുന്നതായിട്ട് തോന്നുക. വാ തുറന്നുറങ്ങുന്നത് കൊണ്ട് ബാഡ് ബ്രെത്ത്, വാ തുറന്നുറങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും പേരൻസ് പറയുന്നത് വായുനാറ്റമുണ്ട് ഡോക്ടറെ മൂക്ക്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളാണ് അഡിനോയിഡ് ഗ്രന്ഥി വലുതായാൽ ഉണ്ടാവുന്ന സാധാരണയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ചെവിയിൽ എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് അഡിനോയിഡ് ഉണ്ടെങ്കിൽ കാണുക? ഈ മൂക്കും ചെവിയും കണക്ട് ചെയ്യുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബിനെ ഈ അഡിനോയിഡ് ഗ്രന്ഥി ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് ചെവിയിൽ കേൾവിക്കുറവുണ്ടാവാം. ഇതിങ്ങനെ അൺട്രീറ്റഡ് ആയിട്ട് നമ്മൾ ചികിത്സയൊന്നും എടുക്കാതെ നിന്നാൽ ചെവിയുടെ പാട് അകത്തോട്ട് വലിഞ്ഞ് റിട്രാക്ഷൻ പോക്കറ്റുകൾ ഉണ്ടാവാം. ചെവിയിൽ നിന്ന് ചിലപ്പോൾ നീരൊലിക്കലുണ്ടാവാം. ചെവിയുടെ പിന്നിലായിട്ട് വെള്ളം പോലെ കെട്ടിനിന്ന് ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ അല്ലെങ്കിൽ SOM എന്ന് പറയുന്ന പ്രശ്നവും ഉണ്ടാവാം. ഈ SOM ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് കേൾവിക്കുറവുണ്ടാവും. കേൾവിക്കുറവുണ്ടാകുന്നത് മൂലം ക്ലാസ്സിൽ പഠനം മോശമാവും, എക്സാംസിന് മാർക്ക് കുറയുകയും ഒക്കെ ചെയ്യും. ഒരുപാട് കാലം ഈ വാ തുറന്നുള്ള ഉറക്കവും കൂർക്കം വലിയൊക്കെ നിൽക്കുമ്പോൾ ജനറലായിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
പേരൻസിനെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നത് മുഖത്തിൻ്റെ ഷേപ്പിൽ വരുന്ന വ്യത്യാസമാണ്. പല്ലുകൾ നിരതെറ്റി വരും, വായ തുറന്നുറങ്ങുന്നത് കൊണ്ട് ചുണ്ടുകൾക്കൊരു പ്രത്യേക ഷേപ്പായിരിക്കും. പിന്നെയുള്ളത് മുഖം വളരെ നീണ്ട് അഡിനോയിഡ് ഫേഷീസ് എന്ന് തന്നെ ഇതിന് പറയാറുണ്ട്. രാത്രിയിൽ ഉറക്കം ശരിയാവാത്തത് കൊണ്ട് രാവിലെ എണീക്കുമ്പോൾ കുട്ടിക്കൊരു ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടാവും. കോൺസെൻട്രേഷൻ കുറയുക, പഠനത്തിൽ മികവ് കുറയുക, ഇതൊക്കെ അഡിനോയിഡ് ഗ്രന്ഥി വളർന്നു നിൽക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം, നമുക്ക് ഈ അഡിനോയിഡ് ഗ്രന്ഥി വളർന്ന് വലുതായി നിൽക്കുന്നു, കുഞ്ഞെപ്പോഴും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ശ്വാസം എടുക്കുന്നതെങ്കിൽ ഹാർട്ട് ഫെയിലിയറിന് വരെ ചിലപ്പോൾ ഇത് കാരണമായേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അഡിനോയിഡ് ഗ്രന്ഥി വളർന്നു നിൽക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ. അഡിനോയിഡ് ഗ്രന്ഥി വളർന്നു നിൽക്കുമ്പോൾ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് മൂക്കിൽ നിന്ന് എപ്പോഴും വെള്ളം പോലെ ഒലിക്കുക. മൂക്കിൽ നിന്നും സൈനസിൽ നിന്നൊക്കെ വരുന്ന സെക്രീഷൻസ് പുറകോട്ട് പോകാത്തത് കാരണം എപ്പോഴും വളരെ ബബ്ലി ആയിട്ട് മൂക്കിൽ നിന്ന് ഒലിക്കുന്ന കുട്ടികളാണ് സാധാരണ അഡിനോയിഡിൻ്റെ പ്രശ്നവുമായിട്ട് വരാറ്. ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ട് ഒരു ENT ഡോക്ടറെ കാണുമ്പോൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് നിർദ്ദേശിക്കപ്പെടുന്നത്? പ്രധാനമായും മൂക്കിലെ എൻഡോസ്കോപ്പി. നമുക്ക് നേരെ നോക്കിയാൽ ഈ അഡിനോയിഡ് എന്ന ഗ്രന്ഥി കാണാൻ സാധിക്കാത്തതുകൊണ്ട് മൂക്കിൻ്റെ പിൻവശം കാണാനായിട്ട് ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി എന്നൊരു പരിശോധനയാണ് അഡിനോയിഡിൻ്റെ വലിപ്പം കാണാനായിട്ട് ചെയ്യുന്നത്. മുമ്പൊക്കെ കഴുത്തിൻ്റെ എക്സ്റേ എടുത്ത് അഡിനോയിഡിൻ്റെ വലിപ്പം നോക്കുമായിരുന്നെങ്കിലും അതിന് റേഡിയേഷൻ്റെ ഇഫക്റ്റ് ഉള്ളതിനാൽ കഴിയുന്നതും നേസൽ എൻഡോസ്കോപ്പി തന്നെ അഡിനോയിഡിൻ്റെ വലിപ്പം കാണാനായിട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഈ നേസൽ എൻഡോസ്കോപ്പിയിലൂടെയാണ് നമ്മൾ അഡിനോയിഡ് ഗ്രന്ഥി എത്രത്തോളം വലുതായി നിൽക്കുന്നു, ശ്വാസം എടുക്കുന്ന മൂക്കിൻ്റെ പിൻഭാഗത്തെ എത്രത്തോളം ബ്ലോക്ക് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത്. 4 തരത്തിലാണ് ഈ ബ്ലോക്കിനെ ഗ്രേഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഗ്രേഡിൽ അഡിനോയിഡ് ഗ്രന്ഥി ശ്വാസം എടുക്കുന്ന ഭാഗത്തെ ഒരു 25% താഴെ മാത്രം ബ്ലോക്ക് ചെയ്യുന്നു, ബാക്കി ഭാഗമൊക്കെ ഫ്രീ ആണ്. ഇത്തരം കുഞ്ഞുങ്ങൾക്ക് അധികം ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. രണ്ടാമത്തെ ഗ്രേഡ് 1 വലുതാണ്. ശ്വാസം എടുക്കുന്ന ഭാഗത്തെ ഒരു 25% മുതൽ 50% വരെ ഈ ഗ്രന്ഥി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഒരു 50% മേലെയും 75% താഴെയുമാണ് അഡിനോയിഡ് ഗ്രന്ഥി ബ്ലോക്ക് ചെയ്യുന്ന മൂക്കിൻ്റെ പിൻഭാഗത്തെ അളവ്. എന്നാൽ ഗ്രേഡ് 4 അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75%-ലധികം ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അഡിനോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം നിർണ്ണയിക്കുന്നത്. എൻഡോസ്കോപ്പി ടെസ്റ്റ് എടുത്തു, കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ആദ്യം മരുന്നുകളാണ് സ്റ്റാർട്ട് ചെയ്യുക. അലർജി ഉണ്ടാക്കുന്ന കാരണങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. പ്രത്യേകിച്ചും വീടിനുള്ളിലെ ഡസ്റ്റ്, പൊടിപടലങ്ങളാണ് പ്രധാനമായിട്ടും അലർജി ഉണ്ടാക്കുന്ന ഒരു കാരണം. അതുപോലെ തന്നെ പൂമ്പൊടികൾ, വീട്ടിനുള്ളിലെ പൂപ്പല്, അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ അരുമയായിട്ട് വളർത്തുന്ന പൂച്ചയും നായ്ക്കളുമൊക്കെ ആനിമൽ ഡാൻഡർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് കൊണ്ട് അലർജിക്കൊരു കാരണമായേക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ഇതോടൊപ്പം മൂക്കിലടിക്കുന്ന സ്പ്രേയും മറ്റു മരുന്നുകളും ഡോക്ടർ നിർദ്ദേശിക്കും. സാധാരണഗതിയിൽ 1, 2 ഗ്രേഡ് അഡിനോയിഡിന് ഈ മരുന്നുകൾ മതിയാവും. ഒരു 3 മുതൽ 6 മാസം വരെ മരുന്നുകൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ രോഗലക്ഷണങ്ങൾക്ക് കുറവുണ്ടാവും. എന്നാൽ ഗ്രേഡ് 3 ഗ്രേഡ് 4 നമുക്ക് സർജറി വേണോ അതോ മരുന്ന് കൊണ്ട് മാത്രം മാറുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഈ അഡിനോയിഡിൻ്റെ വലിപ്പം നോക്കിയിട്ട് മാത്രമാണോ സർജറി വേണമെന്ന് തീരുമാനിക്കുന്നത്? തീർച്ചയായിട്ടുമല്ല. 3 കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് സർജറി വേണോ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. 1, രോഗത്തിൻ്റെ തീവ്രത. കുട്ടിയുടെ രോഗലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ്? മരുന്ന് കൊടുത്തിട്ടും ഇത് മാറാതെ നിൽക്കുന്നുണ്ടോ? ചെവിയിലേക്കുള്ള ബുദ്ധിമുട്ട് കൂടിക്കൂടി വന്ന് കേൾവിക്കുറവ്, പഠനത്തിൽ മോശമാവുക, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഹാർട്ട് ഫെയിലിയർ പോലത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ കുഞ്ഞു പോകുന്നുവെങ്കിൽ അത് സർജറി ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ രോഗ തീവ്രത ഒരു ഫാക്ടറാണ്. രണ്ടാമത്തേത്, ഇത്രയും കാലം ഈ രോഗം ഇങ്ങനെ തുറന്ന് ഉറങ്ങിയതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുട്ടിയുടെ മുഖത്തുണ്ടാവുക, എത്രത്തോളം കാലം ഇത് നിലനിന്നു എന്നനുസരിച്ചിട്ടാണ് സർജറി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുള്ള മറ്റൊരു ഫാക്ടർ. അത് തന്നെ മരുന്നുകൾ കൊടുക്കുമ്പോൾ പാർഷ്യലായിട്ട് റിലീഫ് കിട്ടുന്നുണ്ടോ, അതല്ലെങ്കിൽ മരുന്ന് നിർത്തുമ്പോൾ വീണ്ടും ഈ സിംറ്റംസ് തിരിച്ചു വരുന്നുണ്ടോ, ഇതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. മൂന്നാമത്തേതാണ് അഡിനോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം. സാധാരണഗതിയിൽ 1, 2 അഡിനോയിഡ് ഹൈപ്പർട്രോഫിക്ക് സാധാരണ സർജറി പറയാറില്ല. 3, 4 അഡിനോയിഡ് ഗ്രേഡ് ഉള്ളപ്പോഴാണ് മരുന്നുകൾ കൊടുത്തിട്ടും വ്യത്യാസമില്ലെങ്കിൽ അഡിനോയിഡ് എടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്. ഇനി അഡിനോയിഡിൻ്റെ സർജറി വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സാധാരണ പേരൻസ് ചോദിക്കുന്ന ഒരു സംശയമാണ്, ഡോക്ടറെ
ഇത് കുഞ്ഞു വലുതാവുമ്പോൾ തനിയെ കുറയുന്ന ഒരു ഗ്രന്ഥിയല്ലേ, അപ്പോൾ ഓപ്പറേഷൻ ആവശ്യമുണ്ടോ? ഇവിടെ നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഈ വായ തുറന്നുള്ള ഉറക്കവും കൂർക്കം വലിയും വിട്ടുമാറാത്ത ജലദോഷവും ഒക്കെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ കണക്കിലെടുത്തിട്ടാണ് തീരുമാനമെടുക്കേണ്ടത്. ചെവിയിൽ കേൾവിക്കുറവുണ്ടാവുക, ചെവിയിൽ നിന്ന് നീരൊലിക്കുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഹിയറിംഗ് ലോസ് ചിലപ്പോൾ പെർമനൻ്റ് ആയേക്കാം. അതുമാത്രമല്ല, മുഖത്തിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരിക, പഠനത്തിലുള്ള മികവ് കുറയുക, പിന്നെ ഹാർട്ട് ഫെയിലിയർ പോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ സർജറിയിലേക്ക് തന്നെ പോകണം. സർജറി ചെയ്യണ്ട എന്ന തീരുമാനമെടുക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്കാണ് കൂടുതൽ വെയിറ്റേജ് നൽകേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഒരു ഡോക്ടർ അഡിനോയിഡക്ടമി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം എന്തുകൊണ്ടുണ്ടാവുന്നു, ഇത് വളർന്നു നിന്നാൽ കുട്ടികൾക്കുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, മൂക്കിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ, ചെവിയെ ഇതെങ്ങനെ ബാധിക്കാം, കുട്ടിയുടെ പഠനത്തെ എങ്ങനെ ബാധിക്കാം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. അഡിനോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം എങ്ങനെ അസസ് ചെയ്യാം, ഇത് കണ്ടു കഴിഞ്ഞാൽ സർജറി വേണോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നും ഡിസ്കസ് ചെയ്തു. ഇനി എങ്ങനെയാണ് ഈ അഡിനോയിഡിൻ്റെ സർജറി ചെയ്യുന്നത്? കുട്ടിയെ പൂർണ്ണമായും മയക്കം കൊടുത്ത് ജനറൽ അനസ്തീഷ്യയിലാണ് ഈ സർജറി യൂഷ്വലി ചെയ്യാറ്. അഡിനോയിഡ് സർജറി ചെയ്യുന്നത് കൊണ്ട് കഴുത്തിലോ മൂക്കിലോ ഒന്നും യാതൊരു തരത്തിലുള്ള സ്കാർ ഉണ്ടാവുകയില്ല. വായ തുറന്നിട്ടാണ് ഈ സർജറി ചെയ്യുന്നത്. അപ്പോൾ അഡിനോയിഡ് ഗ്രന്ഥി പൂർണ്ണമായും നീക്കം ചെയ്ത് കഴിഞ്ഞാലും കുറച്ചു കാലത്തേക്ക്, പ്രത്യേകിച്ചും ഒരു 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ മൂക്കിലടിക്കുന്ന സ്പ്രേ കുട്ടികൾക്ക് വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളും സർജറിക്ക് ശേഷം പാരൻസ് ശ്രദ്ധിക്കേണ്ടതാണ്. വേറൊരു കാര്യം, നമ്മൾ അഡിനോയിഡിൻ്റെ സർജറി ചെയ്യുമ്പോൾ ചെവിയിൽ കുട്ടികൾക്ക് കേൾവിക്കുറവുണ്ടെങ്കിൽ ചെവിയുടെ പിന്നിൽ ഫ്ലൂയിഡ് കെട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. അപ്പോൾ ഈ ഫ്ലൂയിഡ് നീക്കം ചെയ്യാനായിട്ട് ചെവിയുടെ കർണപടത്തിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി അവിടെ ഗ്രോമറ്റ് എന്നൊരു ചെറിയ ട്യൂബ് ഇടുന്ന ശസ്ത്രക്രിയയും ഈ അഡിനോയിഡക്ടമിക്കൊപ്പം ചെയ്യാറുണ്ട്. അപ്പോൾ കേൾവിക്കുറവുണ്ടെങ്കിൽ അഡിനോയിഡക്ടമി മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഗ്രോമറ്റ് ഇടുന്ന മെരിങ്കോട്ടമി എന്ന പ്രൊസീജിയറും കൂടി ചെയ്യേണ്ടി വരാറുണ്ട്. ഈ അഡിനോയിഡ് സർജറി ചെയ്യുന്ന കുട്ടികളിൽ പലർക്കും ടോൺസിലും വീക്കം വന്ന് വലുതായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സർജറിയോടൊപ്പം ടോൺസിലെക്ടമി സർജറിയും കൂടെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ തിരിച്ചു, കൂടെയുള്ള തൊണ്ടവേദന വരുന്നവർക്ക് ടോൺസിലിനോടൊപ്പം തന്നെ അഡിനോയിഡിനും നല്ല വലിപ്പമുണ്ടാവും. അപ്പോൾ ടോൺസിലെക്ടമി സർജറിയോടൊപ്പം ഈ അഡിനോയിഡക്ടമി സർജറിയും ചെയ്യാവുന്നതേ ഉള്ളൂ. അധികം ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത സർജറിയാണ് അഡിനോയിഡക്ടമി. കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഒരു 5-6 ദിവസം കൊണ്ട് സ്കൂളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡിനോയിഡിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. വാ തുറന്നുള്ള ഉറക്കവും കൂർക്കം വലിയും വിട്ടുമാറാത്ത ജലദോഷവും ഒക്കെ ഉള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. നിങ്ങളുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും അഡിനോയിഡക്ടമി സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം.